മലയാളികൾക്ക് അമ്യൂസ്മെന്റ് പാർക്ക് എന്നാൽ വണ്ടർല ആണ്. കൊച്ചി നഗരത്തിനോട് ചേർന്ന് 2000-ൽ ആരംഭിച്ച വീഗാലാൻഡ് എന്ന അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കാത്ത മലയാളിയില്ല. വീഗാലാൻഡ് എന്ന പേര് മലയാളികളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് അതിൻ്റെ സ്ഥാപകർ അമ്യൂസ്മെന്റ് പാർക്കിൻ്റെ പേര് വണ്ടർല എന്നാക്കുന്നത്. എന്നാലും കൊച്ചിയിലെ വണ്ടർലയെ വീഗാലാൻഡ് എന്ന് തന്നെ വിളിക്കാനാണ് പലരും ഇഷ്ടപ്പെടുന്നത്. അതോടൊപ്പം എന്തുകൊണ്ട് വീഗാലാൻഡിൻ്റെ പേര് വണ്ടർല എന്നാക്കി മാറ്റി എന്ന സംശയം ഇപ്പോഴും പലർക്കുമുണ്ട്. ആ മാറ്റത്തിന് പിന്നിലെ വാസ്തവം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് വണ്ടർല പാർക്ക് ആൻഡ് റിസോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ അരുൺ ചിറ്റിലപ്പിള്ളി. 2005-ൽ ബംഗളൂരുവിൽ പുതിയ അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയതിന് പിന്നാലെയാണ് കേരളത്തിലെ വീഗാലാൻഡ് വണ്ടർല ആയി മാറിയത്. മറ്റൊരു കമ്പനിയായി തുടങ്ങിയാലേ കൂടുതൽ ഗൗരവമുണ്ടാകൂ എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു. പിന്നെ വലിയ ഒരു പാർക്കായിട്ടാണ് ബംഗളൂരിലേത് ഡിസൈൻ ചെയ്തത്. പുതിയ സംരംഭം പുതിയ പേരിട്ട് തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ വണ്ടർല വളർന്നു. വീഗാലാൻഡ് നേരത്തെ തന്നെ വളർന്നു കഴിഞ്ഞിരുന്നു. 2 കമ്പനിയായി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് വണ്ടർല എന്ന് 2010-ൽ പേരു മാറ്റിയതെന്ന് അരുൺ ചിറ്റിലപ്പിള്ളി പറഞ്ഞു. കമ്പനിയുടെ പേര് വണ്ടർലാൻഡിൽ നിന്നുമാണ് വണ്ടർലായിലേക്ക് എത്തിയത്. വണ്ടർലാൻഡ് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരാണ്. അന്നത്തെ കമ്പനിയുടെ പരസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് വണ്ടർല എന്ന പേര് നിർദ്ദേശിക്കുന്നത്. പിന്നാലെ മറ്റുള്ളവരുടെ അഭിപ്രായം തേടിയപ്പോൾ വണ്ടർല തന്നെ മതി എന്ന് തീരുമാനിച്ചു എന്ന് അരുൺ ചിറ്റിലപ്പള്ളി കൂട്ടിച്ചേർത്തു. ഇതാണ് അമ്യൂസ്മെന്റ് പാർക്ക് പിന്നീട് വണ്ടർല ആക്കിയതിൻ്റെ കാരണം.